തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച സ്വകാര്യ ബസ്സുകൾക്കും ടാക്സികൾക്കും ഇതുവരെ വാടക ലഭിച്ചില്ലെന്ന് പരാതി. സർക്കാർ നിശ്ചയിച്ച താരിഫ് പ്രകാരം നൽകേണ്ട തുക പല സ്ഥലങ്ങളിലും വെട്ടിക്കുറച്ചെന്ന ആരോപണവുമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രംഗത്തെത്തി. ഇന്ധന വിലവർധനയും ചെലവും മൂലം നട്ടം തിരിയുന്ന ഡ്രൈവർമാർക്കും ഉടമകൾക്കും ഇരട്ട പ്രഹരമായി മാറിയിരിക്കുകയാണ് അധികൃതരുടെ അനാസ്ഥ. തദ്ദേശ തിരഞ്ഞെടുപ്പിനിടെ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിക്കാനും പോളിംഗ് സാമഗ്രികൾ കൊണ്ടുപോകാനുമായി വിന്യസിച്ച സ്വകാര്യ ബസ്സുകൾക്ക് സർക്കാർ താരിഫ് പ്രകാരം പ്രതിദിനം 6400 രൂപയാണ് വാടകയായി നൽകേണ്ടത്. തിരഞ്ഞെടുപ്പിനായി വിട്ടുകൊടുത്ത ബസ്സുകൾ പലയിടങ്ങളിലും 3-ാം ദിവസമാണ് തിരികെ നൽകിയത്. താരിഫ് അനുസരിച്ച് 3 ദിവസത്തേക്ക് 18300 രൂപ ലഭിക്കേണ്ടതുണ്ടെങ്കിലും പല തദ്ദേശ സ്ഥാപനങ്ങളിലും വ്യത്യസ്ത രീതിയിലായാണ് വാടക കണക്കാക്കിയതെന്നും ആരോപണം ഉയരുന്നു. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 9/12/2025 വണ്ടി കൊടുത്തിട്ട് 11/12/2025 വണ്ടി തിരിച്ചു കൊണ്ടുവരുന്നത്. അങ്ങനെ കിട്ടിയിരിക്കുന്ന ചില ബസ്സുകാർക്ക് 8200, ചില ബസ്സുകൾക്ക് വടകര ചില ഭാഗത്തിൽ 13200, കുറേ ബസ്സുകൾക്ക് ഇന്ന് വരെ പൈസകൾ കിട്ടുകയോ അറിയുകയോ ചെയ്തിട്ടേ ഇല്ല. ഇതിൻ്റെ പേരിൽ ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനടുത്തും മറ്റുള്ള ആളുകൾക്കും പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ പരാതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ വരെ ഈ കാര്യത്തിൽ ഒരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ മാത്രം 100 ബസ്സുകളാണ് തിരഞ്ഞെടുപ്പ് ആവശ്യത്തിന് വിട്ടുകൊടുത്തത്. ജില്ലയിലാകെ 300ഓളം ബസ്സുകൾ ഇത്തരത്തിൽ ഓടി. പല തദ്ദേശ സ്ഥാപനങ്ങളിലും പല രീതിയിലാണ് താരിഫ് കണക്ക് കൂട്ടുന്നത്. വടകരയിലെ ബസ്സുകൾക്ക് 13200 രൂപയാണ് കണക്ക്. ചിലയിടത്ത് 8200 രൂപയും കണക്കാക്കി. ബസ്സുടമകൾ കളക്ടറെയും തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള സബ് കളക്ടറെയും കണ്ട് പരാതി അറിയിച്ചിട്ടുണ്ട്. ബില്ലുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും പാസ്സാകുന്ന മുറയ്ക്ക് തുക നൽകുമെന്നുമാണ് അധികൃതർ അറിയിച്ചത്. ഗവൺമെന്റ് ഇറക്കിയ സർക്കുലർ പ്രകാരം ഒരു ദിവസം 6400 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ 19,000 കഴിഞ്ഞ തവണ കിട്ടിയ 18,000. അത് വർദ്ധിപ്പിച്ച് തരേണ്ട സ്ഥാനത്ത് അതിനേക്കാട്ടിയും കുറഞ്ഞ പൈസ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ടാക്സും ഇൻഷുറും മറ്റുള്ള ജീവനക്കാരടക്കം ഈ 3 ദിവസം ഈ വണ്ടിയിൽ ഇതിനു വേണ്ടി അവിടെ ഇരിക്കുകയും പറയുകയും ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ ഈ രീതിയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ആളെ ബന്ധപ്പാടിലാണ്. തുക തദ്ദേശ സ്ഥാപനങ്ങൾ വഴി വിതരണം ചെയ്യുമെന്നായിരുന്നു അധികൃതർ നൽകിയിരുന്ന ഉറപ്പ്. എന്നാൽ ഇപ്പോൾ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന മറുപടിയാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് മലയാളം, കോഴിക്കോട്.